ആരുമില്ലേ? സുക്കൂറേ, ഒരു തിരുമണ്ടൻ ഉണ്ടായിരുന്നല്ലോ. സുക്കൂറേ, സുക്കൂറേ. സുക്കൂറേ, നീ എന്താ ഈ വേഷത്തില്? എന്റെ പൊന്ന് ഹാജിയാര് പറഞ്ഞില്ലേ ഇവിടെ 3-4 ദിവസമായിട്ട് എലിയുടെ ശല്യമാണെന്ന്. ഞാൻ അടുക്കളയിൽ എലിയെ കൊല്ലാനുള്ള പദ്ധതിയിലല്ലായിരുന്നോ? കൊന്നോ? ഹാജിയാരെ, ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? സ്ഥിരമായിട്ട് എലി വരുന്ന വഴിയില് ഒരു സൈഡിൽ ഒരു കപ്പയും ഒരു സൈഡിൽ ഒരു ഉണക്കമീനും വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ എലി പതുങ്ങി പതുങ്ങി വരുന്നു. ഞാൻ ഒരിടത്ത് ഒളിച്ചിരുന്നു. എന്റെ പൊന്ന് ആചാര്യ, എലി പതുക്കെ നടന്നു വന്നപ്പോ ഒരു പ്ലേറ്റില് കപ്പ, ഒരു പ്ലേറ്റില് ഉണക്കമീൻ, ഒരു പ്ലേറ്റ് കപ്പ, ഒരു പ്ലേറ്റിൽ ഉണക്കമീൻ, ഒരു പ്ലേറ്റ് ഉണക്കമീൻ, ഒരു പ്ലേറ്റ് കപ്പ, ഒരു പ്ലേറ്റില് കപ്പ, ഒരു പ്ലേറ്റിൽ ഉണക്കമീൻ, ഒരു പ്ലേറ്റ് ഒപ്പ, ഒരു പ്ലേറ്റ് കണക്ക് മീൻ. എന്താണ് ആചാര്യ പറയണേ? ഒരു പ്ലേറ്റ് ഉണക്കമീനും ഒരു പ്ലേറ്റ് കപ്പയും. എന്നിട്ട് എലി തിന്നോ? നേരെ ഉണക്കമീന്റെയും കപ്പയുടെ അടുത്ത് വന്നു. എലി അവിടെ ആലോചിച്ചു, ഉണക്കമീൻ തിന്നണോ കപ്പ തിന്നണോ? ഒപ്പ തിന്നണോ ഉണക്കമീൻ തിന്നണോ? ഉണക്കമീൻ തിന്നണോ കപ്പ തിന്നണോ? ഒപ്പ തിന്നണോ കപ്പമീൻ തിന്നണോ? എന്റെ പൊന്നെ ആചാര്യ, ഉണക്കമീൻ തിന്നണോ കപ്പ തിന്നണോ എന്ന് എലി അവിടെ കണ്ടാ. ഇപ്പൊ ആചാര്യർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇതേ കൺഫ്യൂഷനും ഇതേ മുഖവുമായിരുന്നു എലിക്ക്. എലി അവിടെ ആലോചിച്ചോണ്ട് നിന്നപ്പോ ഞാൻ ഒരു വടിയെടുത്ത് നേരെ പുറകെ കൂടെ ചെന്ന് എലി ഒരൊറ്റ അടി ഒരൊറ്റ ചാട്ടം. ഞാനും പുറകെ ചാടി. എലി അവിടുന്ന് മുറ്റത്തോട്ട് ചാടി. ഞാനും മുറ്റത്തോട്ട് ചാടി. എലി മുറ്റത്തോട്ട് ഓടി. ഞാനും ഓടി. എലി നേരെ പറമ്പിലോട്ട് ചാടി. ഞാനും ചാടി. എലി നേരെ മുറ്റത്തോട്ട് ചാടി. ഞാനും ചാടി. അവിടുന്ന് ഓടി എലി നേരെ കിണറ്റിലോട്ട് ചാടി. ആര് ചാടി? ഞാനങ്ങനെ ചാടിയൊന്നുമില്ല. എനിക്ക് ഉടനെ ബുദ്ധി വന്നില്ലേ അവിടെ? ഞാൻ നേരെ ചെന്നിട്ട് നമ്മുടെ കണ്ടംപൂച്ച എടുത്ത് കിണറ്റിലേക്കിട്ട് കണ്ടംപൂച്ച ഇപ്പൊ എലിയെ കടിച്ചു മുറിച്ച് തിന്ന് കാണും. ആചാരാണ് മണ്ടൻ. പുറത്താരോ വന്നിരിക്കണ്. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹാജിയാരെ? ശബ്ദം കേട്ടിട്ട് പിരിവുകാരാണെന്ന് തോന്നുന്നു. നീ അവിടെ ചെന്ന് പറ നമ്മളിവിടെ ഇല്ലാന്ന്. അയ്യോ, ഹാജിയാര് കണ്ടില്ലേ? ഹാജിയാര് ദേ ഇരിക്കണ്. അതല്ല സുക്കൂറെ, അവരുടെ ചെന്ന് പറ നമ്മളിവിടെ ഇല്ലാന്ന്. അതെന്തൊരു ഏർപ്പാടാണ്? ഹാജിയാരല്ലേ ദേ ഇവിടെ ജീവനോടിരിക്കുന്നത്. സുക്കൂറെ, അവരെ പറ്റിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഇല്ലാന്ന് എന്ന് പറ. അങ്ങനെ ചെന്ന് പറ. എന്താ പറയാൻ പോകുന്നത്? ഹാജിയാര് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനാണ്. ഹാജിയാര് ഇവിടെ ഇല്ല. എന്താ പറഞ്ഞത്? നീ മണ്ടനാണ്, തിരുമണ്ടനാണ്. ഞാൻ പുറത്ത് കിടന്ന് എത്ര തവണ വിളിക്കണ്. കുത്തീരുമോനെ, ഞാൻ ഓർത്ത് പട്ടി കരഞ്ഞായിരിക്കുന്നു. ഇവിടെ കയറി കുത്തീരുമോനെ. ഹാജിയാരുടെ ഒരു തമാശ. പിന്നെ അത്യാവശ്യമായിട്ട് ഹാജിയാരെന്തിനാ വിളിപ്പിച്ചത്? നമ്മുടെ മാളി ജമീലേക്ക് ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിരുന്ന. എന്നിട്ട് എന്തായി? നല്ല അടിപൊളി മൊഞ്ചുള്ള പയ്യനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നമ്മളെടുത്ത് പറ്റൂല. ഞാൻ എന്ത് തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചെന്നാണ് ആചാരി പറയണത്? കഴിഞ്ഞ ആഴ്ച കൃഷ്ണൻ നായരുടെ മോക്കൊരു ചെറുക്കനെ നീ കൊണ്ടുവന്നിരുന്ന. കൊണ്ടുവന്നു. അവന്റെ പേരിൽ ഒരു സിമന്റ് കമ്പനി ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നു. എന്നിട്ട് അവനൊരു വീട് പോലും ഇല്ലല്ലോ. ആ ചെറുക്കന്റെ പേരെന്താണ്? ശങ്കർ. ആ പേരിലൊരു സിമന്റ് കമ്പനി ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആചാര്യ അങ്ങനെ പറയരുത്. നമ്മുടെ ജമീലേക്ക് ഒരു ചെറുക്കനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ. നല്ല മൊഞ്ചുള്ള ചെറുക്കനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് നടന്നു കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. നടന്നു കിട്ടിയാലോ? ഇതെന്താ ചെറുക്കന് മോടന്ത് വല്ലതും ഉണ്ടോ? അയ്യോ, അതല്ല ഹാജിയാരെ പറഞ്ഞത്. ഈ നിക്കാഹ് നടന്നു കിട്ടിയാൽ ഹാജിയാരുടെ ഭാഗ്യം. ഓ അങ്ങനെ. ഓ, ചെറുക്കന്റെ ആസ്തിയുടെ കാര്യമൊന്നും പറയണ്ട. അതെന്താ ചെറുക്കൻ അസ്ഥി ഇല്ലേ? വെള്ളം കൊടുക്കീൻ. പോടാ. ചെറുക്കന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ ചെറുക്കൻ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരു ജൂവലറി തുറന്ന്. അല്ലാ, എന്നാ ഇത് മതി നമുക്ക്. പക്ഷെ ഈ നിക്കാഹ് നടന്നു കിട്ടിയാ മതി. അല്ല, ഇതാര് മനസ്സിലായില്ലല്ലോ നമുക്ക്. കുത്തിരിമാനെ ഇക്കാക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ താഴ്ത്തങ്ങാടിയിലെ ഹംസക്കോടെ മോൻ ജമാലി. അല്ല, നീ അങ്ങ് വളർന്നു മുട്ടനാടിന്റെ സേപ്പായല്ലോ. എന്താ പണി? ഞാൻ അറബി സ്കൂളിലെ മാഷാണ്. മലയാളം മാഷല്ല, അറബി മാഷ്. ആണോ? നമുക്കും ഉണ്ട് 2 മക്കള്. അവരും സാറുമാരാ. ഏത് സ്കൂളിലാ? സ്കൂളിലെ അല്ല, അൻസാറ് നിസാറ്. തേരാപ്പാര തെക്ക് വടക്ക് നടക്കുവാ. ഇക്കാക്കൊരു മോളുണ്ടായിരുന്നല്ല? ഇളയാള് ജമീല. അനക്ക് കാണണ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. ജമീല. ഉപ്പ എന്നെ വിളിച്ചായിരുന്നു. ഇതാണ് എന്റെ മോള് ജമീല. ഇവിടെ കല്യാണക്കാരി വല്ല സെറ്റപ്പ് ചെയ്യാനാണ് 3-ാം വന്നിരിക്കുന്നത്. അയ്യോ, അപ്പൊ ജമീലയുടെ നിക്കാഹ് ഉറപ്പിച്ചില്ല. ഇനി ചെറുക്കനെ ഒന്ന് കാണണം, സെറ്റപ്പ് ആക്കണം. എവിടെതാ പയ്യൻ? നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ വടക്കയില അന്തൂർഖാന്റെ മോനെ. ഏത് അന്തൂർഖാന്റെ മോൻ?
ആ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ വടക്കേ വീട്ടിൽ അന്തർഖാന്റെ മോൻ. തൊട്ട് വടക്കേ വീട്ടിലെ അന്തർഖാന്റെ മോന, ആ ആ മൂത്ത മോന, ആ. കള്ളും കഞ്ചാവായിട്ട് കിടക്കണ ചെക്കനാ. അത് നീ ഉദ്ദേശിക്കുന്ന ആളല്ല. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നല്ല ആസ്തിയുള്ള. ആ, കഴിഞ്ഞ ആഴ്ച ടൗണിന് നടുക്കായിട്ട് ഒരു ജൂവലറി തുറന്നായിരുന്നു. ആ വെറുതെ തുറന്നല്ല, പിന്നെ? ആഭരണം മോഷ്ടിക്കാനായിട്ട് കുത്തി തുറന്നതാണ്. ആ പേരിൽ ഇപ്പൊ അവനിപ്പോ സെൻട്രൽ ജയിലിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ. എന്റെ പൊന്നുമോളെ ജമീല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇക്ക പറയണത്. നീ ഒരിക്കലും ഈ നിക്കാഹിന് സമ്മതിക്കരുത്. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. സംഗതി അറിഞ്ഞോ താൻ തെക്കേ വീട്ടിലെ അന്ത്രുഖാന്റെ മൂത്തമോൻ ഭയങ്കര കേടി. അവൻ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിലിൽ കമ്പി വളച്ച് ആരാരും അറിയാതെ ചാടി. സംഗതി അറിഞ്ഞോ താൻ തെക്കേ വീട്ടിലെ അന്ത്രുഖാന്റെ മൂത്തമോൻ ഭയങ്കര കേടി. അവൻ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിലിൽ കമ്പി വളച്ച് ആരാരും അറിയാതെ ചാടി. ജമാല് പറഞ്ഞതനുസരിച്ച് നമ്മൾ മറ്റേ നിക്കാഹ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇന്നെ നമ്മക്ക് പെരുത്ത് ഇഷ്ടായി. അതുകൊണ്ട് എന്റെ ജമീലെ ഇനി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിക്കാഹ് നടത്താൻ വരട്ടെ. എന്തേ? എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ.